കുറച്ച് നീങ്ങിയിരുന്നാൽ എനിക്കും ഇവിടെ ഇരിക്കാമായിരുന്നു. കുറച്ച് നീങ്ങിയിരുന്നാൽ എനിക്കും ഇവിടെ ഇരിക്കാമായിരുന്നു. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു സെന്റൻസും കൂടിയാണ് കേട്ടോ. അപ്പോ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം. കുറച്ച് നീങ്ങിയിരുന്നാൽ, ഇരുന്നാൽ അതായത് ഇരുന്നിരുന്നെങ്കിൽ എന്നാണ്. ഇവിടെ നമുക്ക് ഇഫ് യൂസ് ചെയ്ത് വേണം പറയാനായിട്ട്. ഇഫ് യു ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ, കുറച്ച് നീങ്ങിയിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് സാറ്റ് ഹിയർ. അല്ലേ, ഐ കുഡ് ഹാവ് വരുന്ന സമയത്ത് നമ്മൾ വെർബ് V3 ഫോം ആണ്. സിറ്റിന്റെ V3 ആണ് സാറ്റ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ ഐ കുഡ് ഹാവ് സാറ്റ് ഹിയർ. കുറച്ച് നീങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നീങ്ങിയിരുന്നാൽ എനിക്കിവിടെ ഇരിക്കാമായിരുന്നു. ഇത് നമുക്ക് ബസ്സിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ യൂസ് ചെയ്യാം. ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇത്തിരി നീങ്ങി നിന്നാൽ എനിക്കിവിടെ ഇരിക്കാമായിരുന്നു ഇങ്ങനെ പറയാം. പല സിറ്റുവേഷനിൽ നമുക്കിത് പറയാനായിട്ട് പറ്റും കേട്ടോ. എന്നാൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കാമോ എന്നും നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.